ലിറ്റർജിയിൽ തൊട്ടുപോകരുതെന്ന വൈദികർക്ക് താക്കീതുമായി തട്ടിൽ പിതാവ്. കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. നമ്മുടെ വൈദിക വൃത്തിയും സഭയുടെ ശുശ്രൂഷകളും ദേവാലയത്തിന്റെ തുടർച്ചകളാണ്. ദേവാലയത്തിന്റെ തുടർച്ചകളാണ്. പൗരോഹിത്യം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്നാണ്. പൗരോഹിത്യം വളരുന്നത് ആത്മസമർപ്പണത്തിൽ നിന്നാണ്. ഇത് രണ്ടും ഒന്നിച്ച് നിർവഹിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു മാതൃകയാണ് മറിയം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിർവഹിക്കട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്, പക്ഷെ നമുക്ക് തൊടാൻ അവകാശമില്ലാത്ത മേഖലകളുണ്ട്. തൊട്ടുപോകരുതെന്ന് ദൈവം ആഹ്വാനം ചെയ്യുന്ന മേഖലകളുണ്ട്. അങ്ങനെയുള്ള മേഖലകളിൽ പെട്ടതാണ് ആരാധനാക്രമമൊക്കെ. അത് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാൻ അവകാശമുള്ളതല്ല. അത് സഭ നിശ്ചയിക്കുന്നത് പോലെ, സഭയുടെ നിയോഗം പോലെ. പൗരോഹിത്യം വൈദികന്റെ കഴിവിന്റെ കൂദാശയല്ല, ദൈവകൃപയുടെ കൂദാശയാണ്. കുർബാന ചെല്ലുന്ന അച്ഛന്മാർ ഒരിക്കലും മറക്കാതെ ഓർക്കേണ്ട ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലുണ്ട്. മറിയം പറഞ്ഞ വാക്കുകളാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നിനക്ക് തോന്നിയതുപോലെയല്ല, അവൻ എന്താണോ പറയുന്നത്